2018-19 കാലഘട്ടത്തിലെ ഫീമെയിൽ മിസ്സിംഗ് കേസിന്റെ ലിസ്റ്റ് എടുക്കണം. ഒടുവിൽ വരാറായി കളങ്കാവൽ. മമ്മൂട്ടി ചിത്രം റിലീസിനൊരുങ്ങുന്നു. അവൾക്ക് വേണ്ട ഞാൻ കൊടുത്തു, അവള് പോയി. മമ്മൂട്ടി പ്രധാന വേഷത്തിൽ വരാനിരിക്കുന്ന ചിത്രമാണ് കളങ്കാവൽ. ജിതിൻ കെ ജോസാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിന്റെ പ്രൊമോഷണൽ പോസ്റ്ററുകൾ തിയേറ്ററുകളിലടക്കം പതിപ്പിച്ച് തുടങ്ങി. ഇത്തരം സിമിലർ മോഡ് ഓഫ് ഓപ്പറേഷൻസ് കേരളത്തിൽ വേറെ ഏതെങ്കിലും സിറ്റീസിൽ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാം. അതിനാൽ കളങ്കാവൽ റിലീസിന് തയ്യാറെടുക്കുന്നു എന്നാണ് സിനിമ അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റിലീസിന് തീയതിക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. മമ്മൂട്ടിയുടെ വേറിട്ട ഒരു വേഷപ്പകർച്ച ചിത്രത്തിൽ കാണാനാകും എന്നാണ് പ്രതീക്ഷ. ഒരു പ്രത്യേക ടൈപ്പാ. എപ്പോഴാ വരുന്നേ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റിയല്ല. നിഗൂഢമായ ഒരു ചിരിയോടെയുള്ള മമ്മൂട്ടിയുടെ ഫോട്ടോയാണ് പോസ്റ്ററുകളിൽ നിറയുന്നത്. എന്തായിരിക്കും മമ്മൂട്ടിയുടെ കഥാപാത്രം എന്നതിനെ കുറിച്ചാണ് ആരാധകരുടെ ചർച്ച. എവിടെ പോയി കണ്ടുപിടിക്കാൻ? ഈ ഫോണില് വേറൊരു നമ്പർ കഴിഞ്ഞ 4 മാസമായിട്ട് സേലം ധർമ്മപുരി ഭാഗങ്ങളായിട്ട് ആക്റ്റീവാണ്. തെക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളെ പറയുന്ന പേരാണ് കളങ്കാവൽ എന്നത്. നീയല്ലേ തുടങ്ങി വെച്ചത്, അത് തീർക്ക്. എന്നിട്ട് പറയാം അവളെ എന്ത് ചെയ്തു. മരണങ്ങൾ ഇനിയുണ്ടോ? എന്നാൽ അതുമായി ചിത്രത്തിന് ബന്ധമുണ്ടോ എന്ന് വ്യക്തമല്ല. ജിതിൻ കെ ജോസും വിഷ്ണു ശ്രീകുമാറുമാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ, ഛായാഗ്രഹണം ഫൈസൽ അലി, ചിത്ര സംയോജനം പ്രവീൺ പ്രഭാകർ, ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ്, പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ, പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ്, മേക്കപ്പ് അമൽ ചന്ദ്രൻ, വസ്ത്രാലങ്കാരം അഭിജിത്ത് സി, സ്റ്റിൽസ് നിദാദ്, പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ, ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ്. വിനായകനും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രം എന്ന നിലയിൽ നേരത്തെ തന്നെ വാർത്താ പ്രാധാന്യം നേടിയ ചിത്രമാണ് കളങ്കാവൽ. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമാണിത്. മമ്മൂട്ടിക്കൊപ്പം മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നത് വിനായകനാണ്. കുറുപ്പ് എന്ന ചിത്രത്തിന്റെ സഹരചയിതാവായിരുന്നു ജിതിൻ കെ ജോസ്. റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, കണ്ണൂർ സ്ക്വാഡ്, കാതൽ, ടർബോ, ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്നിവയാണ് ഇതുവരെ മമ്മൂട്ടി കമ്പനിയുടേതായി റിലീസ് ചെയ്ത ചിത്രങ്ങൾ.